10ാം ക്ലാസ്സിൽ മിനിമം മാർക്ക് മാത്രം വാങ്ങി പാസ്സായ തൻ്റെ മകൾക്ക് വള്ളോപ്പള്ളി പിതാവ് നിർമ്മലഗിരി കോളേജിൽ നൽകിയ അഡ്മിഷനിലൂടെ ജീവിതം മാറിമറിഞ്ഞതിനെപ്പറ്റി സംസാരിക്കുകയാണ് ഒരിക്കൽ പിതാവിൻ്റെ ജീവനക്കാരിയായിരുന്ന കൗസു അമ്മ. കൗസു അമ്മയുടെ മകൾ ശോഭയുടെ ജീവിതമാണ് പിതാവിൻ്റെ ഒരു വാക്കിലൂടെ മാറിമറിഞ്ഞത്. ശോഭ ഇന്ന് ജയിൽ വകുപ്പിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു ജീവനക്കാരിയാണ്. ഞാൻ ശോഭന. ഇത് എൻ്റെ അമ്മ കൗസല്യാണ്. കൗസു അമ്മ എന്നാണ് എല്ലാവരും വിളിക്കുക. ഇപ്പോൾ ഒരു 86 വയസ്സായിപ്പോയി. ചെവി കേൾക്കത്തില്ല. അതുകൊണ്ട് തന്നെ സംസാരിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. തീരെ ചെവി കേൾക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പം ഞാൻ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൻ്റെ അടുത്തായിരുന്നു ബിഷപ്പ് ഹൗസും പിന്നെ അവിടെ സെമിനാരിയൊക്കെ. അപ്പോൾ എൻ്റെ കളിക്കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ഞാൻ ഒരേ ഒരു മകളാണ്. എനിക്ക് കളിക്കാൻ ആരുമില്ല. ഞാനൊരു കുന്നിൻ പുറത്താണ്. അവിടെ ഒരു ബംഗ്ലാവ് ഉണ്ട്. അതിനോടനുബന്ധിച്ചുള്ള ഒരു വീട്ടിലായിരുന്നു ഞാനും അച്ഛനും അമ്മയും താമസിച്ചത്. അപ്പോൾ എനിക്ക് കളിക്കൂട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന്മാരാണ്. അപ്പോൾ താഴെ സെമിനാരിയിൽ നിന്ന് അച്ഛന്മാർ കളിക്കുന്നതൊക്കെ കാണുമ്പോൾ ഞാൻ മേലെ നിന്ന് നോക്കും. ചിലപ്പോൾ അവരുടെ അടുത്ത് പോയി നിൽക്കും. പിന്നെ അച്ഛനാണെങ്കിൽ ഒരു സാമൂഹ്യ പ്രവർത്തകനായിരുന്നു. അതായത് ഇന്നത്തെ മാതിരി അല്ലല്ലോ അന്നത്തെ സാമൂഹ്യ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീശയിൽ നിന്ന് കാശ് പോകും. അപ്പോൾ അച്ഛൻ ഇങ്ങനെ ആടുകളെയൊക്കെ ആരെങ്കിലും എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ആടിനെ എടുത്ത് വിൽക്കും, അവരെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കും. പട്ടിണിയൊന്നും ഉണ്ടായിട്ടില്ല, എങ്കിലും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അമ്മ ഒരു കാര്യം തീരുമാനിച്ചു, ഞാൻ ജോലിക്ക് പോവുകയാണ്. അങ്ങനെ എനിക്ക് തോന്നുന്നു അച്ഛനോട് പറഞ്ഞില്ല എന്നാണ് തോന്നുന്നത്. അങ്ങനെ അമ്മ ജോലിക്ക് പോയി. ബിഷപ്പ് ഹൗസിലാണ് പോയത്. അന്ന് വള്ളോപ്പള്ളി പിതാവാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ വളരെ സ്നേഹത്തോടു കൂടിയാണ് പെരുമാറിയത്. അമ്മ അവിടെ ബിഷപ്പ് ഹൗസിൽ തന്നെ അടുക്കളയിൽ ഹെൽപ്പിങ് വേണ്ടിയിട്ടാണ് പോകുന്നത്. അവിടെ ആണുങ്ങളുണ്ട്, അതിൻ്റെ കൂടെ അമ്മയും ഒരു കല്യാണിയമ്മയും ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും അവിടെ പോകും. അപ്പം ലീവുള്ള ദിവസം സ്കൂളിൽ നിന്ന് ലീവുള്ള ദിവസം ഞാനും അവിടെ പോകും. അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടെ അന്നൊരു കുരങ്ങൻ ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് സുമ എന്നാണ്. അപ്പോൾ ഈ കുരങ്ങൻ്റെ കൂടെ കളിക്കും. പിന്നെ അടുക്കളയിൽ പോയി കഴിഞ്ഞാൽ നല്ല ഭക്ഷണമൊക്കെ കിട്ടും. പിതാവിനെ, വള്ളോപ്പള്ളി പിതാവിനെ 2-3 പ്രാവശ്യമേ നേരിൽ കണ്ടുള്ളൂ. അപ്പം എൻ്റെ ആ ഒരു കാഴ്ചപ്പാട്, ആ ഫോട്ടോ ഇപ്പോഴും മനസ്സിലുണ്ട്. വളരെ പക്വതയിൽ, വളരെ സൗമ്യനായിട്ട് സംസാരിക്കുന്ന എന്തൊരു ദിവ്യത്വം ഉള്ള മാതിരിയാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു ടൈപ്പിലാണ് അദ്ദേഹം സംസാരിച്ചിരുന്നത്. 9ാം ക്ലാസ് വരെയാണ് തലശ്ശേരിയിൽ പഠിച്ചത്, തലശ്ശേരി BMB ഹൈസ്കൂളിൽ. പിന്നെ 10ാം ക്ലാസ്സിൽ ഇവിടെ ഈ നാട്ടിൽ വന്നു. ഇവിടെയാണ് 10ാം ക്ലാസ് വടക്കുംപാട് ഹൈസ്കൂളിൽ പഠിച്ചത്. അമ്മ പറഞ്ഞു കേട്ട ഒരറിവാണ്. അമ്മ അവിടെ വള്ളോപ്പള്ളി പിതാവിനോട് പറഞ്ഞു, എൻ്റെ മകൾ പാസ്സായിട്ടുണ്ടെന്ന്. എനിക്ക് നിർമ്മലഗിരി കോളേജിൽ എക്കണോമിക്സിന് അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോഴും വലിയ മാർക്ക് ഉണ്ടായില്ല ഡിഗ്രിക്ക്. അന്നും പിതാവ് തന്നെയാണ് ഒരു പ്രോത്സാഹനം തന്നത്. പിതാവ് പറഞ്ഞു, നമ്മളെ കോളേജ് ഉണ്ടാകുമ്പോൾ പിന്നെ എന്തിനാ മറ്റൊരു സ്ഥലത്ത് പോകുന്നത്, അതുകൊണ്ട് അവൾ അവിടെ തന്നെ പഠിക്കട്ടെ, നന്നായി പഠിച്ചോളും എന്ന് പറഞ്ഞിട്ട് എനിക്ക് അവിടെ സീറ്റ് തന്നു. അങ്ങനെയാണ് ആ ഒരു ബലത്തിൻ്റെ മേലെയാണ്, ആ ഒരു വാക്കുകളുടെ ആ ഒരു പ്രചോദനത്തിൻ്റെ മേലെയാണ് പിന്നെ ഞാൻ ഡിഗ്രി പാസ്സായി. പിന്നെ PG എടുത്തു. പിന്നെ BEd കഴിഞ്ഞു. തലശ്ശേരിയിൽ നിന്നാണ് BEd കഴിഞ്ഞത്. പിന്നെ കുറച്ച് നാൾ പല കോളേജുകളിൽ, പാരലൽ കോളേജുകളിൽ ഞാൻ ടീച്ചറായിട്ട് ജോലി നോക്കി. പിന്നീട് എനിക്കൊരു വല്ലാത്തൊരു ആകർഷണമാണ് കാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ ടീച്ചിങ് പ്രൊഫഷൻ ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ ജയിൽ വകുപ്പിലേക്ക് PSC വഴി ജോലി കിട്ടിയപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി. അപ്പോൾ അതിന് മുൻപേ ഞാൻ എയ്ഡഡ് സ്കൂളുകളിൽ, അതായത് നമ്മുടെ തലശ്ശേരി ബിഷപ്പിൻ്റെ കീഴിലുള്ള എയ്ഡഡ് സ്കൂളുകളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ജയിൽ വകുപ്പിൽ ജോലി കിട്ടിയത് ഞാൻ വളരെ സന്തോഷവതിയായിരുന്നു. അങ്ങനെ ജയിൽ വകുപ്പിലെ ജോലി ഞാൻ ഏറ്റെടുത്തു. ആദ്യം അന്നത്തെ കാലത്ത് ഫീമെയിൽ വാർഡൻ ആണ് പറയുക. അങ്ങനെ ഫീമെയിൽ വാർഡറായിട്ട് ഞാൻ ജോലി കയറി. അപ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല, ഈ പള്ളിയൊക്കെ ആയിട്ടുള്ള ബന്ധം കൊണ്ടായിരിക്കാം ഞാൻ ഒരു തടവുകാരൻ എന്നുള്ള രീതിയിൽ, ഒരു ക്രിമിനൽ എന്നുള്ള രീതിയിൽ ഞാൻ കണ്ടില്ല. ഒരു മനുഷ്യ സ്നേഹം പകർന്നു കൊടുക്കാനാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ പലരും ഇപ്പോഴും എന്നെ വിളിക്കാറുണ്ട്. അവരൊക്കെ അമ്മ എന്നുള്ള നിലയിലാണ് എന്നോട് പെരുമാറിയിട്ടുള്ളത്. ഞാനും അവരെ 72-75 വയസ്സുള്ള സ്ത്രീയെപ്പോലും മോളെന്നാണ് ഞാൻ വിളിക്കാറ്. അവരെന്നെ അമ്മ എന്നും വിളിക്കും. അപ്പോൾ ചിലപ്പോൾ ഈ ബിഷപ്പുമായിട്ടുള്ള ആ ഒരു ബന്ധമായിരിക്കാം, അല്ലെങ്കിൽ പള്ളിയുമായിട്ടുള്ള ബന്ധമായിരിക്കാം, എന്താണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം എനിക്ക് എല്ലാവരെയും സ്നേഹിക്കണമെന്ന് തോന്നുന്നത്. അപ്പോൾ അവിടെ വരുന്ന ഏത് ക്രിമിനലിനെ ആയാലും ശരി, ഞാൻ അവരെ എങ്ങനെയെങ്കിലും സംസാരിച്ചിട്ട് അവരുടെ സ്വഭാവം ഞാൻ മാറ്റിയെടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ജയിലിലെ
ഇന്ന് പഴയതുമാതിരി എന്താ പറയുക, ഈ പോക്കറ്റടിക്കാരല്ലാതെ കണ്ട് ചാരായക്കാരും അവരൊന്നും വരാറില്ല. പലപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, എന്നാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ടെക്നിക്ക്. ഞാൻ പറഞ്ഞു, സ്നേഹം, അവരോട് നല്ല രീതിയിൽ പെരുമാറുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അവർ നമ്മളെ സ്നേഹിക്കും, നമ്മൾ അങ്ങോട്ട് സ്നേഹം കൊടുത്ത് നമ്മളെ ഇങ്ങോട്ട് സ്നേഹിക്കും. അപ്പോൾ എന്തോ ഒരു ദൈവാനുഗ്രഹമാണ്. അപ്പോൾ അവിടെ പള്ളിയിലുള്ള ആൾക്കാരൊക്കെ വരാറുണ്ട്, ഈ തടവുകാരെ സന്മാർഗപാഠം പഠിപ്പിക്കാനും അവർക്ക് ഹെൽപ്പ് ചെയ്യാനൊക്കെ. അപ്പോൾ ഞാൻ അവർ ഒക്കെ ആയിട്ട് വളരെ നല്ല ബന്ധത്തിലാണ്. അപ്പോൾ അവർ പറയാറുണ്ട്, നിങ്ങളുള്ള മാതിരിയുള്ള കണക്ഷനൊന്നും ആരുമായിട്ടില്ല, അവർ വല്ലാത്തൊരു ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിക്കുക ഇങ്ങോട്ട് കടക്കണമെങ്കിൽ. ഞാൻ ആ രൂപത്തിലല്ല, ആര് വന്നു കഴിഞ്ഞാലും അവരെ കയറ്റി വിടും, അവരോട് സംസാരിക്കും, നല്ല രൂപത്തിൽ തന്നെ പെരുമാറും. അപ്പോൾ അതുകൊണ്ടായിരിക്കണം എനിക്ക് മുഖ്യമന്ത്രിയുടെ മെഡലൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ 2018 അവിടെ നിന്ന് റിട്ടയർ ചെയ്തു. എനിക്ക് 2 മക്കളാണുള്ളത്. മൂത്തത് മകളാണ്, എംടെക്കുകാരിയാണ്, ഇപ്പോഴ് KSFEയിൽ ജൂനിയർ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. മകൻ BTech മെക്കാനിക്കൽ എഞ്ചിനീയറിങ്. അവൻ ഇപ്പോൾ ഒമാനിൽ ഒരു ആശുപത്രിയിൽ സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്യുന്നു. ഞാനും അച്ഛനും അമ്മയും ഭർത്താവും 2 മക്കളും അടങ്ങുന്നതാണ് ഞങ്ങളുടെ കുടുംബം. അപ്പോൾ എന്തോ പഴയ ആ അനുഗ്രഹം കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. അപ്പോൾ ചിലപ്പോഴും ഈ അനുഗ്രഹം കൊണ്ടായിരിക്കാം, അതാണെന്ന് വിശ്വസിക്കുന്നത്. അമ്മയ്ക്കും വള്ളോപ്പള്ളി പിതാവ് എന്ന് പറയുമ്പം സന്തോഷവും സങ്കടവും ഒക്കെ വരാറുണ്ട്, പിതാവ് പോയി കളഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട്. പിതാവ് കാലം ചെയ്തു എന്ന് പറയുമ്പോൾ അമ്മക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഞാനന്ന് ഇവിടെ ഉണ്ടായില്ല, ഞാൻ സർവീസിലായിരുന്നു. ഞാനപ്പോഴും വീട്ടിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ വരും. അപ്പോൾ അമ്മ ഇങ്ങനെ ഫോണ് വിളിച്ചു കഴിഞ്ഞാൽ പറയും. അപ്പോൾ അന്ന് പറഞ്ഞു, നമ്മളെ പിതാവ് നമ്മളെ വിട്ടുപോയി, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഇനി വരുന്നവരെങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ എന്തായാലും ഈ പിതാവിനെ പോലെ ഒരിക്കലും ഒരാളും ഉണ്ടാവില്ല, അത്രയും സ്നേഹത്തോടു കൂടിയാണ് പെരുമാറിയത് എന്നൊക്കെ. പിന്നെ എനിക്ക് തന്നെ ഒരു ഓർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ പിതാവ് അങ്ങനെ ഒരു ജാതിയോ മതമോ ഒന്നും നോക്കാത്ത ഒരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിതാവ് മരിച്ചപ്പോഴും എനിക്ക് പോകാൻ പറ്റിയില്ല, ഞാൻ ജയിലിൽ തന്നെ ആയിരുന്നു ഉണ്ടായത്. പക്ഷെ അമ്മയുടെ വിഷമം അമ്മ ഇങ്ങനെ പറയാറുണ്ട്, പിതാവ് ഉണ്ടായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു, എല്ലാവരോടും ഒരുമാതിരി പെരുമാറുന്നയാൾ, എന്ത് സ്നേഹമായിരുന്നു എന്നെപ്പോഴും പറയാറുണ്ട്. ഇപ്പോഴും അത് പറയും. ഞങ്ങളോടൊക്കെ പണിക്കാർ എന്നുള്ള നിലയിലല്ല അദ്ദേഹം പെരുമാറിയിരുന്നത്, അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളെ പോലെ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൗസു അല്ലെ കൗസമ്മ എന്നൊക്കെയാണ് എല്ലാവരും വിളിച്ചിരുന്നത്. കോളേജ് ഡേ ഒക്കെ ആകുമ്പോഴാണ് അന്ന് പിതാവ് വന്നിരുന്നത്. അപ്പം പിതാവ് സംസാരിക്കുമ്പോൾ തന്നെ ഒരു ആകെ നിശബ്ദമായൊരു അന്തരീക്ഷമായിരിക്കും. നമുക്കറിയാലോ, കോളേജ് സ്റ്റുഡൻസിനെ അഭിമുഖീകരിക്കുമ്പോൾ ഭയങ്കര ബഹളവും കയ്യടിയും കൂവി വിളിക്കലൊക്കെ ആയിരുന്നു. പക്ഷേങ്കിൽ ഈ ബിഷപ്പ് വരുമ്പോൾ തന്നെ ഒരു ശാന്തമായിട്ടാണ്, ആ പടി കയറി വരുന്ന ശബ്ദം പോലും ആരും കേൾക്കത്തില്ല. അങ്ങനെ അവിടെ സ്റ്റേജിൻ്റെ മേലോട്ട് വന്നു, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, വിദ്യാർത്ഥികളെ എന്നൊക്കെ വിളിക്കുമ്പോൾ എല്ലാവരും എന്തോ ഒരു മാസ്മരിക ശക്തിയിൽ അലിഞ്ഞത് മാതിരിയാണ്. എല്ലാം കാം ആൻഡ് ക്വൈറ്റാണ്. എല്ലാവർക്കും വളരെ പ്രിയങ്കരനായിരുന്നു, ഇഷ്ടമായിരുന്നു വിദ്യാർത്ഥികൾക്ക്. എത്ര കുഴപ്പക്കാരനായാലും അവിടെ പിതാവ് വന്നു കഴിഞ്ഞാൽ വളരെ സൈലൻ്റായ അന്തരീക്ഷമായിരുന്നു. അതാണ് പിതാവിനെ പറ്റിയുള്ള എൻ്റെ ഒരു ഓർമ്മ. കൗസുമ്മ ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു അമ്മ പോലെയായിരുന്നു. അന്നത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരുപോലെയായിരുന്നു. വള്ളപ്പള്ളി പിതാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഞങ്ങൾക്ക് ഒരു അപ്പനെ പോലെയായിരുന്നു. കാരണം അത്രയ്ക്കും ഒരു ബന്ധമായിരുന്നു അരമനയുമായിട്ട് എല്ലാവർക്കും. എന്ത് കാര്യത്തിനും ഏത് കാര്യത്തിനും ആയാലും പിതാവിൻ്റെ അടുക്കലൊരു സങ്കടം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ആശ്വാസമാണ്. അതിപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്നു. അല്ലെങ്കിൽ കൗസമ്മ ഇന്നിപ്പം ഇവിടെ ഇന്നിപ്പം വിശ്രമമാണ്. വളരെ സന്തോഷകരമായിട്ട് അവരുടെ വിശ്രമ ജീവിതം അവർ നയിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്ക് ഞാനിവിടെ വരുമ്പോൾ വള്ളോളി പിതാവിനെക്കുറിച്ച് പറയുകയും പിതാവിൻ്റെ ആ സ്നേഹവും അതുപോലെ ഉള്ള വൈദികരെക്കുറിച്ചും ഒക്കെ അവരുടെ ഓർമ്മകളിൽ നിൽക്കുകയാണ്. അന്നത്തെ വൈദികരെ തോണിപ്പാറയച്ചന്, അതുപോലെ പോണാട്ടച്ചന്, ഇവരുടെ എല്ലാ ഓർമ്മകൾ അവരുടെ മനസ്സിൽ ഇപ്പോഴും അവർ കാത്തു സൂക്ഷിക്കുന്നു. പിതാവ് മരിച്ചു പോയപ്പോൾ പറഞ്ഞു, നമ്മുടെ പിതാവ് പോയല്ലോ, നമുക്ക് എന്തോ നഷ്ടപ്പെട്ടതുപോലെയാണ് അവർ എന്നോട് പറയുകയുണ്ടായത്. അന്നത്തെ ഒരു ബന്ധം അതൊരു വല്ലാത്തൊരു ബന്ധമാണ്. ആ ബന്ധം ഇനി ഒരിക്കലും അങ്ങനെയുള്ളൊരു ബന്ധം ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. എങ്കിലും പിതാവ് സ്വർഗത്തിലിരുന്നു കൊണ്ട് ഞങ്ങളെല്ലാവരെയും നോക്കി കാണുന്നു, സന്തോഷിക്കുന്നു. ഞങ്ങളുടെ ഓരോ ജീവിതവും പിതാവ് കണ്ട് പിതാവ് ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുകയും ചെയ്യുന്നു.